ഹായ് ഗൈസ്, നിങ്ങൾ ഈ ജോലി അല്ലായിരുന്നെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കാൻ സാധ്യതയുള്ള മറ്റു ജോബുകൾ ഏതൊക്കെയാണെന്ന് പറയാം. എനിക്ക് ടീച്ചർ ആവാനായിരുന്നു ആഗ്രഹം. എനിക്കൊരു ബിസിനസ്സുകാരി ആവണമെന്നായിരുന്നു. ചേച്ചിയോ? എനിക്ക് നേഴ്സിങ്ങിന് പോകാനായിരുന്നു ആഗ്രഹം. എനിക്കൊരു വക്കീലാവണമെന്നായിരുന്നു ആഗ്രഹം. നീ എന്തൊന്നും വേണ്ടാത്തേ? എനിക്ക് അന്നും എന്നും കൃഷി തന്നെ. കൃഷിയോ? അല്ലെങ്കിലും പഠിക്കാൻ മടിയുള്ളപ്പോ എല്ലാരും കൃഷി എന്നല്ലേ പറയുള്ളൂ. അല്ലേ ഈ കൃഷി ഉണ്ടെങ്കിൽ ഇപ്പൊ എന്ത് കിട്ടാനാ? നീ എന്നെ പോലെ ബിസിനസ് തുടങ്ങ്. എടാ, നിനക്ക് എനിക്ക് കൃഷിപ്പണിയെ കുറിച്ച് വല്ല ധാരണയുണ്ട്? ഈ കൃഷിപ്പണിക്കൊക്കെ എന്തെങ്കിലും സ്റ്റാൻഡേർഡ് ഉണ്ടോടാ? ബയോടെക്നോളജിയും AI ഒക്കെ എത്ര വികസിച്ചിട്ടുള്ള ഈ കാലഘട്ടത്തിൽ മണ്ണിന്റെ ഘടന മനസ്സിലാക്കി വിത്തിറക്കിയ ഫാഷനബിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണ് കൃഷി എന്ന് പറയുന്നത്. മറ്റേത് കോഴ്സിന് അഡ്മിഷൻ എടുക്കുന്ന പോലെ തന്നെ അഗ്രികൾച്ചർ കോഴ്സിന് ഇന്ത്യയിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ CUT എൻട്രൻസ് എക്സാം എഴുതണം. ഇനി കേരളത്തിലാണെങ്കിൽ നീറ്റ് എൻട്രൻസ് എക്സാം എഴുതി കീമിന് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ അഗ്രികൾച്ചർ കോഴ്സുകൾക്ക് കേരളത്തിൽ അഡ്മിഷൻ കിട്ടത്തുള്ളൂ. BSc അഗ്രികൾച്ചർ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റു കോഴ്സുകളുള്ളവർക്ക് ഗവൺമെന്റ് ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യതകളും ഉണ്ട്. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും സ്റ്റാൻഡേർഡിലാണ് അവൻ ജീവിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ നല്ല പ്രൊഡക്റ്റുകൾ, ഗുണമേന്മയുള്ള പ്രൊഡക്റ്റുകൾ മറ്റുള്ളവർക്ക് കൊടുക്കുക എന്ന് പറയുന്ന വലിയൊരു സേവനമാണ് കൃഷിക്കാർ നമുക്ക് വേണ്ടി ചെയ്യുന്നത്.